ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ക്രിസ്മസിന് അന്നാട്ടോ. ക്രിസ്മസിന് അന്നാണ് നമ്മൾ കേപ്പ് ടൗണിലേക്ക് ട്രിപ്പ് പോവാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ്. ആക്ച്വലി നിങ്ങൾക്കറിയാം ഞാനൊരു ബ്രേക്ക് എടുത്തൊക്കെ ആയിരുന്നു. സോ എന്താ പറയുക, 2023 എനിക്ക് അത്ര സുഖമുള്ള വർഷമല്ലായിരുന്നു കേട്ടോ. കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, ആരോഗ്യം, പിന്നെ ജോലീൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ കുറേ സംഭവങ്ങൾ. നമ്മളത് കാരണം നോക്ക്, ഞാൻ ഷോർട്ട് ഹെയർ അടിച്ചു നോക്കൂ. ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. എന്തായാലും നിങ്ങൾ മറ്റ് ഷോർട്സ് വീഡിയോ കണ്ടിട്ടുണ്ടാവും എൻ്റെ. അപ്പോൾ ടുട്ടും നമ്മൾ ക്രിസ്മസിൻ്റെ അന്നായതുകൊണ്ട് തന്നെ ക്രിസ്മസ് തീമിലാണ് നമ്മൾ പോണത്. എല്ലാവരും ക്രിസ്മസിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാത്രമല്ല, നമ്മുടെ കൂടെ നമ്മുടെ ഫ്രണ്ട്സും ഉണ്ട്. ഇപ്രാവശ്യം ഒരു അടിച്ചുപൊളി ട്രിപ്പാണ് കേട്ടോ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒരുപാട് നാളായിട്ട് പ്ലാൻ ചെയ്തൊരു ട്രിപ്പാട്ടാണ്. വളരെയധികം ആൻറ്റിസിപ്പേഷനോടും ഒരു നല്ല എൻജോയ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടു കൂടിയാണ് ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഞാൻ ഈ ട്രിപ്പ് പോകുന്നത് ഒറ്റയ്ക്കല്ല, എൻ്റെ ഫ്രണ്ട്സിനൊപ്പമാണ്. ഒരുപാട് നാളായിട്ട് പ്ലാൻ ചെയ്ത് എല്ലാവരുടെ സൗകര്യങ്ങളൊക്കെ ഒരുമിച്ച് വന്നിട്ടുള്ള ഒരു ഡിസംബർ 25 ക്രിസ്മസിൻ്റെ അന്നാണ് നമ്മൾ ഈ ട്രിപ്പ് പോകുന്നത്. അപ്പോൾ ജോഹന്നസ്ബർഗിൽ തന്നെ 2 എയർപോർട്ട് ഉണ്ട്. ഒന്ന് OR ടാമ്പോ എയർപോർട്ട് ഉണ്ട്, ഒന്ന് ലൻസേരി എയർപോർട്ട് ഉണ്ട്. ഇത് ലൻസേരി എയർപോർട്ടാണ്. ലൻസേരി ഒരു ചെറിയ എയർപോർട്ടാട്ടോ. അപ്പോൾ എല്ലാ ക്രിസ്മസിൻ്റെ അന്നായതുകൊണ്ട് എല്ലാവരും ക്രിസ്മസ് ഡെക്കറേഷൻസൊക്കെ തലയിൽ വെച്ചിട്ട് ഇങ്ങനെ ഹോൺസൊക്കെ തലയിൽ, നമ്മളാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് തൊപ്പിയും ക്രിസ്മസ് തീമായിട്ടാണ് ഫുള്ള്. എല്ലാവരും നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. മാത്രമല്ല അവിടെ എല്ലാവരും ക്രിസ്മസ് വേഷിട്ടിട്ടാണ് വന്നിരുന്നത്. ഒരുപാട് പേര് നല്ല തൊപ്പിയൊക്കെ നോക്കുക. നമ്മുടെ കളർ തീം തന്നെ റെഡും, ആ ക്രിസ്മസിൻ്റെ എനർജി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത അടിപൊളിയായിട്ടുള്ളൊരു കേപ്പ് ടൗൺ ട്രിപ്പ് ഇവിടെ തുടങ്ങാം കേട്ടോ. എത്തിയിട്ടോ. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇനി നമുക്ക് കാറ് റെൻറ്റിന് എടുക്കണം. ഈ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയായിട്ട് കാർ റെൻ്റൽസ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാം. അപ്പം നമ്മൾ നമ്മുടെ കേപ്പ് ടൗണിൽ വന്ന് എത്തിയിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ കാറ് റെൻറ്റിന് എടുക്കാൻ വന്നതാട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തായിരുന്നു. നമ്മൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സൗത്ത് ആഫ്രിക്കൻ ലൈസൻസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലൈസൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ ലൈസൻസ് എല്ലാം വെച്ചിട്ട് നമുക്ക് നമ്മളുടെ കാർ റെൻറ്റിന് എടുക്കാൻ പറ്റും. നമ്മൾ സെൽഫ് ഡ്രൈവ് കാറ് യൂറോപ്പ് കാറിൽ നിന്നാണ് എടുക്കുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ നമ്മളുടെ ഒരു സ്വിഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയത് കാറ് ഇതാണ്. അപ്പോൾ നമ്മൾ ഇത് എടുത്തിട്ട് നമ്മുടെ അക്കോമഡേഷനിലേക്ക് പോകാൻ പോവുക. ഇവിടുന്ന് ഏകദേശം ഒരു മണിക്കൂറുണ്ട് നമ്മുടെ അക്കോമഡേഷനിലേക്ക്. അത് ഗോർഡൻസ് ബേ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇവിടുന്ന് എന്താ പറയുക 45 മിനിറ്റ്സ് to 1 hour എന്തായാലും എടുക്കും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ പോകട്ടെ. അതിന് മുന്നായിട്ട് നമുക്ക് ഫുഡ് കഴിക്കണം എവിടുന്നെങ്കിലും. ലഞ്ച് ടൈം ഏകദേശം അവറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് എവിടുന്നെങ്കിലും കഴിക്കാൻ നോക്കാം. അങ്ങനെ നമ്മൾ കേപ്പ് ടൗണിൽ എത്തിയിരിക്കുകയാണ്. നമ്മളുടെ 3ാമത്തെ തവണ കേട്ടോ കേപ്പ് ടൗൺ വരുന്നത്. നോക്കി എന്താ പറയുക, ഭയങ്കര രസമുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് എനിക്ക് വീണ്ടും കേപ്പ് ടൗണിൽ വരണം തോന്നിയത്. അത് ഇപ്രാവശ്യം ഫ്രണ്ട്സിൻ്റെ ഒപ്പമാണ്. അപ്പോൾ ഒരു അടിപൊളി ട്രിപ്പ് ചെയ്യണം എന്നാട്ടോ നമ്മളുടെ ആഗ്രഹം. ഡ്രൈവിംഗ് സീറ്റിൽ ചന്ദ്രപ്പിയാണുള്ളത്. പിന്നെ കുട്ടിപ്പട്ടാളങ്ങൾ മുഴുവൻ ഇവിടെ ഉണ്ട്. ഇത് അത്രി, ഇത് ധ്രുവ്, ഇത് ടുട്ടു. അപ്പോൾ നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാ, നമുക്ക് അങ്ങനെ ഒരു ഡെസ്റ്റിനേഷൻ ഒന്നുമില്ല. പോണ വഴിയിൽ എന്തെങ്കിലും കാണണമെന്ന് വെച്ചാൽ കഴിക്കണം, അതാണ് പ്ലാൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ കേപ്പ് ടൗണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് അച്ഛൻ്റെ മോനായിട്ട് അത്രി ചോദിക്കുന്നു എൻ്റെ അടുത്ത്, ഞാൻ വീഡിയോ ഉണ്ടാക്കുകയാണോ? ഞാൻ വീഡിയോ ഉണ്ടാക്കാൻ ഞാനോ? ഇതാണ് ധ്രുവ്. ഇതിലൊക്കെ ഏറ്റവും കുറുമ്പൻ ഇതാണ്. ഇത് ടുട്ടു, ഏറ്റവും കുറുമ്പത്തിവളാണ്. പിന്നെ ഏറ്റവും നല്ല ഡ്രൈവറായ ചന്ദ്ര. ഡാൻസ് ധ്രുവ് പമ്പരം കണക്കിന് കറങ്ങി നമ്മളെ കുട്ടിപ്പടയായിട്ട് കേട്ടോട് കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞാലോ നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വന്ന കേട്ടോ. നമ്മളിവിടെ ബർഗർ കിങ് ഉണ്ട്. ബർഗർ കിങ്ങിൽ പോവാന്നാ വിചാരിക്കണം. ഭയങ്കര കാറ്റ്, ഒടുക്കത്തെ കാറ്റാ. നമ്മൾ ബർഗർ കിങ്ങിൽ നിന്ന് കുറച്ച് ബർഗർ ഐറ്റംസ്
there. Oh, the beach. That is the golden. That's the golden. എന്തായാലും ബീച്ചിൽ പോകും. We will go to beach. ബീച്ച് കണ്ടപ്പോഴേ ഇവരുടെ എന്തായാലും നമ്മൾ ബീച്ചിൽ കൊണ്ടെന്തായാലും കണ്ട വീടുകളൊക്കെ നല്ല വെയിലാട്ടോ പക്ഷേ Oh, നല്ല beach ആ. ബീച്ച് നല്ല രസമുള്ള ബീച്ച്. It's not crowded. There's so many people there. Harbor. ഹാർബർ We can go by സൈഡില് ഹാർബർ ആണ്. നമ്മള് നമ്മുടെ അക്കോമഡേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ വഴിയിൽ കണ്ട നമ്മളിവിടെ അടുത്ത് ബീച്ച് ഉണ്ടാവും വിചാരിച്ചപ്പോ ബീച്ച് സൈഡിൽ തന്നെ ഇട്ട് കണ്ടാവും. ഇതും നല്ലൊരു അക്കോമഡേഷൻ തന്നെയാട്ടോ. ഫോട്ടോസ് ഒക്കെ കാണാൻ അങ്ങനെയാണ്. പക്ഷെ നമ്മള് ഈ ഒരു സ്ഥലം നോക്ക്, ഒരു സൈഡിലായിട്ട് മുഴുവൻ മല, ആ മലയുടെ അവിടെ മുഴുവൻ ഇങ്ങനെ വീടുകളാണ്. അതിനൊരു ഇപ്പുറത്തെ സൈഡിലായിട്ട് ഫുൾ ബീച്ച്. അപ്പൊ നമ്മൾ നമ്മുടെ അക്കോമഡേഷൻ എത്തിന്ന് തോന്നുന്നു. ഇതായിരിക്കോ? ആ ഇത് ഞാൻ No, three na. ഇതായിരിക്കോ നമ്മുടെ അക്കോമഡേഷൻ കണ്ട ബീച്ചിന്റെ തൊട്ടിപ്പുറത്താട്ടാ. ഇതാണ് നമ്മളുടെ അക്കോമഡേഷൻ. ഇപ്പൊ നമ്മള് ഈ ഒരു വീട്ടിലെത്തിയിരിക്കുകയാട്ടാ. അപ്പൊ ഗോർഡൻസ് ബേയിലുള്ള നല്ല ബീച്ചിന്റെ ഫ്രണ്ടിലായിട്ടുള്ള ഒരു വീടാണ്. വീട് ഞാൻ കാണിച്ചു തരാം. ഇത് വീടിന്റെ എൻട്രൻസിൽ കയറി വരുമ്പോ നല്ലൊരു മിറർ ഉണ്ട് കേട്ടാ. ആ മിററിൽ നോക്കിയാൽ നമുക്ക് നമ്മളെ തന്നെ കാണാം. അത് കഴിഞ്ഞിട്ട് ഈ വീടൊരു പസിൽ പോലെ സത്യം പറഞ്ഞു. ഇതിന്റെ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമാണ് ഏറ്റവും രസമുള്ള ബെഡ്റൂം. ഇതാണ് സുഗിനിക്ക് കിട്ടിയ ബെഡ്റൂം. ഞങ്ങൾ നറുക്കെടുത്ത് ആക്ച്വലി പറയാന്ന് വെച്ചാൽ ആർക്ക് ബെഡ്റൂം കിട്ടുന്നു. പക്ഷെ രണ്ട് ദിവസം ഇത് നമുക്ക് ഇവിടെ താമസിക്കാം. ഇതിന് രണ്ട് സൈഡിലായിട്ടും നല്ല സീ വ്യൂ ഉണ്ട് കേട്ടോ. നമുക്ക് മൗണ്ടൻ വിത്ത് സീ വ്യൂ, പിന്നെ ഗാർഡനിൽ മൊത്തത്തിലെല്ലാ വ്യൂ ഉണ്ട്. ഇത് റോഡ്, പക്ഷെ പ്രൈവസി ഇത്തിരി കുറവാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ ബെഡ്റൂം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു നല്ലൊരു മിറർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ കബേർഡ്, ബാക്കി സംഭവങ്ങളൊക്കെ. ഇനി ഇവരുടെ പ്രൈവസി ഇവർക്ക് വിട്ടു കൊടുക്കാം. ഇനി നമ്മൾക്ക് എൻ്റെ വീട് ബെഡ്റൂം കാണാം കേട്ടോ. ഞങ്ങൾ നറുക്കെടുത്തപ്പോൾ ഓരോരുത്തർക്കും ഓരോ വ്യൂ ആണ് കിട്ടിയത്. നമ്മൾ 2 ദിവസം വീതം ഈ ഓരോ റൂമിൽ താമസിക്കും. അപ്പോൾ ഇതിൻ്റെ കബേർഡ് ഉണ്ട്. നല്ല എല്ലാ റൂമിലും നല്ല മിറർ ഉണ്ട്. പിന്നെ ഒരു നല്ലൊരു റൂം ഇതിനുണ്ട്. ഒരു സീ വ്യൂ. ചന്തപ്പി മാറി നിൽക്കൂ. ഇതാണ് ഇതിൻ്റെ സീ വ്യൂ. സീ ദാറ്റ്. ഓ മൈ ഗോഡ്. ഇതാണ് ഇതിൻ്റെ വ്യൂ, ഈ ബെഡ്റൂം. ഇനി നമുക്ക് ബാക്കിയുള്ള ബെഡ്റൂമുകളൊക്കെ കാണാം. ചന്ദ്രപ്പിയുടെ പെട്ടി തുറന്നുകൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. ഈ ഒരു ബാത്റൂം അറ്റാച്ച്ഡ് അല്ല, പക്ഷെ ഇതിനും ഉണ്ട് കേട്ടോ വ്യൂ. നോക്ക്. പക്ഷെ ഇതൊക്കെ അടക്കേണ്ടി വരും നമുക്ക് ഇതിലൊന്നും ഇരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ നല്ലൊരു ഷവർ ഉണ്ട്. പിന്നെ നമുക്ക് താഴെ പോവാം. അപ്പൊ താഴെ ഇവിടെ ഒരു ഷാൻഡിലിയർ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് കത്തൂലേ? കത്തി. ഇതൊക്കെ എത്ര നല്ലൊരു ലൈറ്റിംഗ് ആണെന്ന്. നല്ലൊരു പെയിന്റിങ് ഇവിടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മളിങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സെക്കൻഡ് ഫ്ലോർ. എല്ലാവരുടെയും മിററാട്ടോ. ഇവിടെയൊക്കെ മിററാ. ഇവിടെ നല്ലൊരു സോഫ ഉണ്ട്, സീറ്റിംഗ് ഏരിയ വിത്ത് നല്ലൊരു ഇത്. പോസ് ചെയ്തിട്ടു കോസി. പിന്നെ ദേ ഇവിടെ നല്ലൊരു സീറ്റിംഗ് ഏരിയ ഉണ്ട്, നമുക്ക് ചില്ല് ചെയ്യാനും റിലാക്സ് ചെയ്യാനൊക്കെ ഉള്ളത്. ഇതിനെല്ലാ സൈഡിൽ നിന്നും നല്ല വ്യൂ ആണ് കണ്ടോ. മൈ ഗോഡ്, അടിപൊളിയായിട്ടില്ലേ? നല്ല അടിപൊളി. പിന്നെ ഇവിടെ TV, യൂട്യൂബും നെറ്റ്ഫ്ലിക്സും ഒക്കെ ഉണ്ട് ഇതിൽ. പിന്നെ നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാനും. പിന്നെ ഇവിടെയും ഒരു സോഷ്യലൈസ് ചെയ്യാനുള്ളൊരു ടേബിൾ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ഇരിക്കാനും. ഇതിന് മുകളിലായിട്ടൊരു ബെഡ്റൂം ഉണ്ട് കേട്ടോ. ഇത് ആക്ച്വലി കുറേ ബെഡ്റൂംസ് ഉണ്ട്. ഈ വീടൊന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കുറച്ച് സമയം എടുക്കും. നമുക്ക് മുകളിൽ പോയിട്ട് ഈ മുകളിലെ റൂമിൽ എന്താണെന്ന് നോക്കാം. ഇത് ആക്ച്വലി സിംഗിൾസിന് വേണ്ടിയിട്ടുള്ള ഒരു റൂമാട്ടോ. ഇതിന് ആക്ച്വലി ബാത്റൂം ഒന്നുമില്ല, ബട്ട് ഇവിടെ നിന്നും നല്ലൊരു വ്യൂ ഉണ്ട്. 2 സിംഗിൾ ബെഡ് ഉണ്ട് കാണാം. ഇനി നമുക്ക് താഴെ പോകാം. ഇനി നമുക്ക് താഴെ പോയിട്ട് താഴത്തെ ബെഡ്റൂം കാണാം. ഞാൻ അങ്ങോട്ട് വരട്ടെ. ഇതാണ് ഈ വീടിൻ്റെ കിച്ചൺ. നമ്മളെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചോക്കാം കേട്ടോ. നല്ല നോക്കും. ഒരു 6 ബർണർ വലിയൊരു സ്റ്റവ് ഉണ്ട്. പിന്നെ അത്യാവശ്യത്തിന് സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ കൊണ്ടുവരണം കേട്ടോ. ഫ്രിഡ്ജ് ഉണ്ട്. ഇതാ ഡബിൾ ഡോർ ഫ്രിഡ്ജ്. നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നമ്മളിവിടെ വെച്ചു. പിന്നെ ഇവിടെയും ഉണ്ട് നല്ല ഒരു എന്താ പറയുക, നല്ലൊരു ഫുള്ള് കൗണ്ടർ ടോപ്പൊക്കെ ഉള്ളൊരു നല്ലൊരു കിച്ചൺ ആട്ടോ കാണാം. പിന്നെ ഇവിടെയാണ് ഒരു സീറ്റിംഗ് ഏരിയ ഉണ്ട്, എല്ലാവർക്കും ഇരിക്കാനുള്ള സീറ്റ് ഉണ്ട് ഇവിടെ.
ഇത് ആക്ച്വലി ഇപ്പുറത്തെ സൈഡിലായിട്ട് ഇതിനൊരു ഫോയറും മിററും പിന്നെ നല്ല ഒരു ഡൈനിങ് ടേബിൾ നോക്കി എത്ര പേർക്ക് വേണമെങ്കിലും ഇരിക്കാൻ പറ്റും. നല്ല വ്യൂ ആണ് കണ്ടോ. പിന്നെ ഇതേ ഇപ്പുറത്ത് നമുക്ക് ബാർ സ്റ്റൂളൊക്കെ ആയിട്ട് ഒരു നല്ല ഫുള്ളി ഫങ്ഷണൽ കിച്ചൺ ഉണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ബാത്റൂം ഉണ്ട്. നല്ല ഒരു ഷവറോട് കൂടി ഒരു ബാത്റൂം. ഇനി നമ്മുടെ ആ നിലയിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്, ഒരു ചെറിയ ബെഡ്റൂം. ഇതും നല്ലൊരു അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. പക്ഷെ ഇതിന് വ്യൂ ഒന്നും അങ്ങനെയൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനൊരു ഗാർഡൻ വ്യൂ ആയിട്ടുള്ള ഒരു അത്യാവശ്യത്തിന് നല്ല വലുപ്പമുള്ള ഒരു ബെഡ്റൂമാണ്. കണ്ടോ, ഇവിടെയും ഒരു സൈഡിലായിട്ട് സീ വ്യൂ ഉണ്ട്. ഇത് ഇതിൻ്റെ ബാക്ക് യാർഡാണ് ഈ ഒരു വീടിൻ്റെ. കണ്ടോ, അച്ഛരായി പറഞ്ഞേ. ഇതാണ് ആ വീടിൻ്റെ ഇപ്പുറത്തെ ഭാഗം. അപ്പോൾ ഈ ഗാർഡനിൽ എന്താ പറയുക, ഗാർഡനിൽ നിന്നാണ് ഇതാണ് ഈ ഗാർഡൻ ബെഡ്റൂം. ഗാർഡൻ ബെഡ്റൂമിന് അതുപോലെ തന്നെ അതാ ഇവിടെ ഒരു മിറർ ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ല കബേർഡ്സ്. അത് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഗാർഡൻ വ്യൂ പോലത്തെ ഒരു ബാത്റൂം ആട്ടോ. ഇതിന് ടബ് ഉണ്ട്, കണ്ടോ, ടബ്, ക്ലോസറ്റ്, പിന്നെ അതാ ഷവർ. ഒരു വെരി നൈസ്, എന്താ പറയുക, അടിപൊളി. ഇതാണ് നമ്മളുടെ ഇവിടുത്തെ വീട്. കഴിഞ്ഞിട്ടില്ല. ഇനി ഒരു സംഭവം കൂടി ഉണ്ട് കാണാനായിട്ട്. ഇതിന്റെ താഴെ ഒരു നിലയുണ്ട്. ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇരിക്കാനായിട്ട് വലിയൊരു ഡൈനിങ് ടേബിളും പിന്നെ ഒരു സോഫയും കൂടി ഉണ്ട്. അതിനും നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. ഈ മൊത്തത്തിൽ ഈ വീട് ഒരു കോംപ്ലിക്കേറ്റഡ് വീടാണ്. ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെ ബീച്ച് ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ എന്തായാലും ഇന്ന് ക്രിസ്മസ് ആണ്, അപ്പോൾ ഒന്നും വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ വിചാരിച്ചു വന്നാൽ പിന്നെ നമുക്ക് ബീച്ചിൽ പോവാന്ന്. അപ്പോൾ നമ്മൾ ബീച്ചിൽ പോവാം. നല്ല ഒടുക്കത്തെ അടിപൊളി ബീച്ച് ഇതിനടുത്തുണ്ട്. ഗോർഡൻസ് ബേ എന്ന് പറഞ്ഞ സ്ഥലമാട്ടോ. ഇത് കേപ്പ് ടൗണിൽ നിന്ന് ഏകദേശം 1 മണിക്കൂറുണ്ട്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോയിട്ട് ഇന്ന് എന്തായാലും നല്ല രീതിയിൽ നമുക്ക് ബീച്ച് എൻജോയ് ചെയ്യണം. ഇതാണ് നമ്മുടെ പ്ലാൻ. നമ്മൾ ബീച്ചിൽ പോകുന്നത് കാരണം കുറേ ബീച്ച് കുട്ടികൾ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഹലോ ഹലോ, ബീച്ചിലേക്ക് പോവാട്ടോ. റൂട്ട് അറിയോ? ഇതുണ്ടോ, നമ്മളുടെ ഇവിടെ മൊത്തം ബീച്ചാണ്. കണ്ടോ, വാവ്, വാട്ട് എ വ്യൂ. ഇതാണ് നമ്മുടെ ആ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞത്. കുട്ടികളൊക്കെ എനിക്ക് ഇങ്ങനത്തെ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഒരു ചെറിയ നാരോ റോഡും അതിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ എന്താ പറയാ, ബീച്ചിനോട് ചേർന്നിട്ടുള്ള ഇതിന്റെ ഒരു വൈബ് തന്നെ വേറെ കേട്ടോ. അല്ല സോനിയ? You will feel like Greece, no? ഇതിന്റെ പേരെന്താണെന്നറിയോ? ഇതാണ് ബിക്കിനി ബീച്ച്. ബിക്കിനി ഗോർഡൻസ് ബേയിലെ ബിക്കിനി ബീച്ചിലേക്ക് പോകാം. ഓ, ഇങ്ങനെയാണല്ലോ ബീച്ചിലേക്ക് പോണ വഴി. നമ്മളങ്ങനത്തെ ബീച്ചിലെത്തിയപ്പോൾ ഒരു സൈഡ് അവിടെ ഉണ്ട് കേട്ടോ. വിചാരിച്ചു നമ്മുടെ വീടിന് തൊട്ടടുത്തായിട്ടോ ഏകദേശം 1 കിലോമീറ്റർ മാത്രമുള്ളൂ. കാണാനായിട്ട് നോക്ക്, ഭഗവാനേ. ഇപ്പൊ ഏകദേശം ഉണ്ടല്ലോ ഇപ്പൊ ഏകദേശം 7 മണിയാട്ട സമയം. അപ്പൊ നമ്മളിവിടെ ബീച്ചിൽ വന്നിരിക്കുകയാണ്. ബീച്ചിൽ കുറച്ചു നേരം കളിക്കണം, വീട്ടിൽ പോകണം. നമ്മളിപ്പോ ഗോർഡൻസ് ബേ ഹാർബർ കാണാൻ വന്നിരിക്കുകയാണ്. ഭയങ്കര രസമായിട്ട് ഈ സ്ഥലം. ഒരു സൈഡിൽ മുഴുവൻ മല, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് നല്ല ബീച്ച്, അടിപൊളി ബീച്ചാണ്. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാ. ഒരു ബീച്ച് വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസാട്ടാ. നോക്കാം, വൈകുന്നേരം 8 മണിയായിട്ട് സമയം. നോക്കാം, ഇതേ 3 വരെ വന്നു, നമ്മുടെ ചന്ദ്രൻ വന്നു. എന്നിട്ടും വെയിൽ നോക്കി
സൂര്യനും ചന്ദ്രനും ഒരേ സൈഡിലായിട്ട്, ഇപ്പുറത്തെ സൈഡിൽ സൂര്യൻ, അപ്പുറത്തെ സൈഡിലായിട്ട് ചന്ദ്രൻ, അങ്ങനെ കാണുന്ന കേപ്പ് ടൗൺ കണ്ട അതൊരു ഭയങ്കര സംഭവം കാഴ്ച തന്നെയാട്ടോ. നമുക്ക് സൂര്യാസ്തമയത്തിന്റെ അതേ സമയത്ത് തന്നെ നമ്മളിവിടെ ചന്ദ്രനെ കാണുന്നുണ്ട്. ആ സമയത്ത് ഈ ആകാശത്തൊക്കെ കാണാനുള്ള ഒരു ഭംഗി നോക്കി, വീടുകളൊക്കെ. ഇപ്പൊ നമ്മളെ തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടോ. ഓൾമോസ്റ്റ് ലേറ്റ് 8 മണി ആയി സമയം. ഇനി വീട്ടിൽ പോയിട്ട് വേണം നമുക്ക് ബാക്കി ഡിന്നർ അങ്ങനത്തെ എല്ലാ പരിപാടികളും ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മൾ ഇന്നത്തെ ഡിന്നർ ബിരിയാണി, മൾട്ടിപ്പിൾ ഹാൻഡ് ബിരിയാണി, കേരള സ്റ്റൈൽ, ആന്ധ്ര സ്റ്റൈൽ, ചെന്നൈ സ്റ്റൈൽ എല്ലാം കൂടി ഒരു മിക്സ് ആൻഡ് മാച്ച്. സൗത്ത് ഇന്ത്യൻ അടാർ ബിരിയാണി. ഇതിനെന്തിന്റെ പേര് ഇത് ബിരിയാണിക്ക്? സൗത്ത് ഇന്ത്യൻ ബിരിയാണി. ഒരു ചെറിയ കാല് കൊടുക്കൂ. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ കേപ്പ് ടൗണിലെ ആദ്യത്തെ വ്ളോഗ് വീഡിയോ ഡേ 1 ഇവിടെ തീരുകയാണ്. പക്ഷെ കാഴ്ചകൾ ഇനിയും കഴിയുന്നില്ല. ഒരുപാട് ദിവസങ്ങളിൽ ഒരുപാട് കേപ്പ് ടൗൺ കാഴ്ചകൾ നിങ്ങളെ തേടി വരാനിരിക്കുന്നു. അപ്പോൾ സ്റ്റേ ട്യൂൺ. നമ്മുടെ അടുത്ത വീഡിയോ, അടുത്ത എപ്പിസോഡ് വരും ഉടനെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇത് നിങ്ങളുടെ ഐശ്വര്യ. ബൈ ബൈ. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ക്രേസി ട്ടാ. Look at that. Sun